ഹലോ ഗൈസ് അങ്ങനെ നമ്മുടെ ഉപ്പും മുളകും ഇന്ന് വരുന്ന എപ്പിസോഡിലും നമ്മുടെ പാറക്കുട്ടിയുടെ ആ ഒരു ദേഷ്യവും വാശിയൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. പാറക്കുട്ടി സ്കൂളിൽ രണ്ടു മൂന്ന് ഫ്രണ്ട്സ് ആയിട്ട് കട്ടക്കലിപ്പിലാണ്. അപ്പൊ നമ്മുടെ പാറക്കുട്ടി പറയുന്നുണ്ട് 2 വർഷമായിട്ട് നീണ്ടു നിൽക്കുന്ന പ്രശ്നമാണ് എന്നൊക്കെ പറയുകയാണ്. അപ്പൊ നമ്മുടെ ലച്ചുവും കേശവും കൂടി ഇങ്ങനെ അന്തിച്ച് നിൽക്കുവാണ്. ദൈവമേ, ഇവൾക്കും പ്രശ്നങ്ങളോ ഇത്ര ചെറുപ്പത്തിലേ എന്നുള്ള രീതിയിൽ. അപ്പൊ നമ്മുടെ ഭവാനിയമ്മ പറയുന്നുണ്ട്, വിട്ട് കളഞ്ഞേക്ക് പാറു എന്ന് പറയുമ്പോൾ പാറക്കുട്ടി പറയുന്നുണ്ട്, അമ്മൂത്തശ്ശിക്ക് അതൊക്കെ പറയാം, അനുഭവിക്കുന്നത് ഞാനല്ലേ എന്ന് പറയാണ്. ലാസ്റ്റ് രണ്ട് തടുമുടുക്കന്മാര് നമ്മുടെ പാറമ്മയുടെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന ഒരു എപ്പിസോഡാട്ടോ ഇന്നത്തേത്. പക്ഷേ നമ്മുടെ എല്ലാവരുടെയും ആ ഒരു സംശയം നമ്മുടെ സിദ്ധുവിനെ പറ്റിയുള്ള ഒന്നും പറയാത്തതാട്ടോ. സിദ്ധു തിരികെ ഗൾഫിൽ പോയിന്നോ ഒന്നും തന്നെ ഇന്നലെയോ ഇന്നത്തെ ഒരു എപ്പിസോഡിലോ ലച്ചു വന്നതിന് ശേഷമുള്ള 2 എപ്പിസോഡിലും സിദ്ധുവിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലേ. അപ്പൊ സിദ്ധു തിരികെ വരാനുള്ള സൂചനകൾ തന്നെയാണോ അതെന്നും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം സിദ്ധു കഴിഞ്ഞ തവണ നമ്മുടെ മുടിയനെ നമ്മുടെ ഉപ്പുമുളകിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഇങ്ങനെ പറഞ്ഞിരുന്നു, ബാംഗ്ലൂരിലൊരു എന്താ പറയാ കഞ്ചാവ് കേസിൽ പിടിയിലായി എന്നും പറഞ്ഞാണ് നമ്മുടെ മുടിയൻ എന്ന കഥാപാത്രത്തെ ഉപ്പുമുളകും പരമ്പരയിൽ നിന്നും പുറത്താക്കിയത്. അപ്പൊ നമ്മുടെ സിദ്ധു എന്ന കഥാപാത്രത്തെ ഇതിൽ നിന്നും ഒഴിവാക്കണമല്ലോ. എന്തായാലും സിദ്ധുവിന് തിരികെ വരില്ലെങ്കിൽ, സിദ്ധാർത്ഥിനി തിരികെ വരില്ലെങ്കിൽ സിദ്ധു എന്ന കഥാപാത്രത്തെ ഒഴിവാക്കിയേ പറ്റൂ. അപ്പൊ അതിനെങ്ങനെ ഗൾഫിൽ പോയെന്നോ ഒന്നും ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. അതിനർത്ഥം ഈ ഒരു കേസും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ നമ്മുടെ സിദ്ധു തിരികെ വരും എന്നല്ലേ കൂട്ടുകാരെ. എന്തായാലും നമുക്ക് നോക്കാം, കാത്തിരുന്ന് തന്നെ കാണാം അല്ലെ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.